1/16 സ്കെയിൽ വരുന്ന CXT ബ്രാൻഡിൻ്റെ D12 മിനി റിമോട്ട് കൺട്രോൾ ട്രക്കാണ് നമുക്കിന്ന് അൺബോക്സ് ചെയ്യാനുള്ളത്. ഒരു ചൈനീസ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ ബോക്സിലുള്ള അധികം ഇൻഡിക്കേറ്റേഴ്സും ചൈനീസിലാണ് വരുന്നത്. ഇതിൻ്റെ പുറത്ത് ട്രക്കിൻ്റെ ഫോട്ടോസ് കാര്യങ്ങൾ, അതുപോലെ ഇതിൻ്റെ റിമോട്ട് കൺട്രോളിൻ്റെ ഫോട്ടോസ് ഡീറ്റെയിൽസൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇത് ജസ്റ്റ് ഒഴിവാക്കാം. നമ്മുടെ ട്രക്ക് വരുന്നത് ഒരു റെഡ് കളറിലാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. അടിപൊളി, അങ്ങനെ നമ്മളെ കയ്യിൽ സാധനം കിട്ടി. നല്ല ഒറിജിനൽ ട്രക്കിൻ്റെ ഒരു ഫീലിംഗ് വരുന്നുണ്ട് വണ്ടിക്ക്. ഇതിൻ്റെ ബാറ്ററിയുടെ ചാർജറാണ്. പിന്നെ ഒരു യൂസർ മാനുവൽ വരുന്നുണ്ട്. അതിനകത്ത് ചൈനീസിലും ഇംഗ്ലീഷിലും വരുന്നുണ്ട് ഡീറ്റെയിൽസൊക്കെ. മാറ്റി വെക്കാം. അടിപൊളി, ഒരു രക്ഷയില്ല. ജസ്റ്റ് മാറ്റി വെക്കാം. ഇനി നമുക്കിതിൻ്റെ റിമോട്ടൊന്ന് പരിചയപ്പെടാം. കുഞ്ഞ് റിമോട്ടാണ്. പ്രൊപ്പോഷണൽ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, അതുപോലെ പ്രൊപ്പോഷണൽ ത്രോട്ടിലുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് ഫൈൻ ട്യൂണിൻ്റെ ഒരു നോബ്, ഇൻഡിക്കേറ്റർ, സ്പീഡ് കൺട്രോളർ, പിന്നെ ഒരു ഓൺ ഓഫ് ബട്ടണ്. പിന്നെ ഇതാണ് ഇതിൻ്റെ ബാറ്ററി കമ്പാർട്ട്മെൻറ്റ്. 2 AA ബാറ്ററിയാണ്. അത് ജസ്റ്റ് നമ്മളിടണം. പ്രൊപ്പോഷണൽ സ്റ്റിയറിംഗ് ഒക്കെ ഒരു റബ്ബറിലൊക്കെ തന്നെയാണ് വരുന്നത്. ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് റെഡ് ഇൻഡിക്കേറ്റർ കാണിക്കുന്നുണ്ട്, ബ്ലിങ്ക് ചെയ്യുന്ന രീതിയിൽ. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് പ്രോഡക്റ്റ്സ് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് എന്താണെന്ന് നോക്കാം. ഇത് വണ്ടിയുടെ തന്നെ കുറച്ച് പാർട്ടുകളാണ്. സ്റ്റിക്കേഴ്സ്, ലൈറ്റിൻ്റെ ഒക്കെ വരുന്ന സ്റ്റിക്കേഴ്സ്, അതുപോലെ തന്നെ ഇവിടെ ബ്രാൻഡ് സ്റ്റിക്കേഴ്സ്. അത് ബാറ്ററി ബോക്സാണെന്ന് തോന്നുന്നു. പിന്നെ സ്ക്രൂ ഡ്രൈവർ, പിന്നെ അതുപോലെ ലൈറ്റിൻ്റെ അവിടെ വരുന്ന സംഭവങ്ങൾ, പിന്നെ ഒരു ബാക്കിൽ വരുന്ന ഒരു ഗാർഡ്, പിന്നെ ഇതിൻ്റെ സൈഡ് മിറർ, പിന്നെ അതുപോലെ വൈപ്പർ വരുന്നുണ്ട് 2 നല്ല കുഞ്ഞ് വൈപ്പർ. പിന്നെ ഇത് മിററിൻ്റെ ഗ്ലാസ്സാണെന്ന് തോന്നുന്നു. ഓക്കെ, ജസ്റ്റ് മാറ്റി വെക്കാം. നമുക്ക് ഇത് ചാർജർ നേരത്തെ കാണിച്ച ബാറ്ററിയുടെ. ഇതിൻ്റെ വണ്ടി ഒരു രക്ഷയില്ല. 2 ഹെഡ്ലൈറ്റ്, അത്യാവശ്യം ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട്. നല്ല കുഞ്ഞു വണ്ടിയാണ്, പക്ഷേ ഒറിജിനൽ വണ്ടിയുടെ പെർഫെക്ഷൻ. സസ്പെൻഷനൊക്കെ ഉണ്ട്, രണ്ടും ബാക്കൊക്കെ നല്ല സസ്പെൻഷൻ. ലൈറ്റ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ഒറിജിനൽ ഒരു ഫീലുണ്ട്. അത്യാവശ്യം ക്വാളിറ്റി പ്ലാസ്റ്റിക്കാണ് ഐറ്റം വരുന്നത്. സസ്പെൻഷനൊക്കെ ഉണ്ട്. ടയർ നല്ല ബാക്കിലൊരു സ്റ്റെപ്പിന് ടയർ വരുന്നുണ്ട്. അവിടെ എൻജിൻ പോലെയൊക്കെ ഉണ്ട്. ഇത് രണ്ടും സിംഗിൾ സസ്പെൻഷനാണ് സ്പ്രിങ്ങിൽ. ഇതിൻ്റെ ബാറ്ററി കമ്പാർട്ട്മെൻ്റ് ആണ്. 3.7 വോൾട്ട് വരുന്ന ഒരു റീചാർജബിൾ ബാറ്ററിയാണ് വരുന്നത്. തിരിച്ചു കൊടുക്കാം. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാം. ഓൺ ചെയ്യുന്ന സമയത്ത് ഹെഡ് ലാമ്പ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഒരു യെല്ലോ കളറിലാണ് ലൈറ്റ് വരുന്നത്, യെല്ലോ വൈറ്റ്. നമുക്ക് റിമോട്ട് ഓൺ ചെയ്യാം. പെയർ ആയിരുന്ന സമയത്ത് ആ ബ്ലിങ്കിങ് പോയി. ഓക്കെ, പ്രൊപ്പോഷണൽ സ്റ്റിയറിംഗ് ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അടിപൊളി പ്രൊപ്പോഷണൽ സ്റ്റിയറിംഗ് ഒക്കെ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ ഫൈൻ ട്യൂണിങ്. ജസ്റ്റ് ത്രോട്ടിൽ ബാക്ക് ഫ്രണ്ട് കൊടുക്കാം. നമ്മൾ എത്രയാണോ ത്രോട്ടിൽ കൊടുക്കുന്നത് ആ ഒരു സ്പീഡിൽ മാത്രമാണ് ഇത് മൂവ് ചെയ്യുന്നത്. നമുക്കിതിൻ്റെ മിററുള്ള ആക്സസറീസൊക്കെ ഫിറ്റ് ചെയ്യാം. ഇതാണ് മിറർ വരുന്നത്. സൈഡിൽ കൊടുക്കാം. ഓക്കെ, ഫിറ്റ് ആയെന്ന് തോന്നുന്നു. ഓപ്പോസിറ്റ് സൈഡ് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ ആ ഒരു ഓക്കെ, സെറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആയിട്ട് ഇതിൻ്റെ വൈപ്പറാണ് വരുന്നത്. 2 കുഞ്ഞു വൈപ്പർ. ഇപ്പോൾ സെറ്റ് ചെയ്ത് നോക്കാം. ചരിച്ചിട്ടാണ്.
ഓക്കെ, പ്രസ് ചെയ്യാം. ഓക്കെ, മറ്റേത് വെക്കാം. ഓക്കെ, റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുണ്ട്. വൈപ്പറൊക്കെ വെച്ചപ്പം കുറച്ചും കൂടെ ഒരു റിയലിസ്റ്റിക്കായി വരുന്നുണ്ട്. ഇതിൻ്റെ ബാറ്ററി ബോക്സ് ആണ്. നമുക്ക് താഴെ അവിടെ ഇതിനൊരു സ്ലോട്ട് ഉണ്ട്, അവിടെ ജസ്റ്റ് പുഷ് ചെയ്തിട്ടേക്കാം. ഓക്കെ, അതവിടെ സെറ്റായി. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിൽ വരുന്നൊരു ഗാർഡാണ്. ഇതെല്ലാം നമ്മളിവിടെയുള്ള ഒറിജിനൽ വണ്ടിയിൽ കാണുന്ന അതുപോലത്തെ സാധനങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ഓരോന്ന് ഫിറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് വരുന്നുണ്ട് വാന്. ഇനി ഇത് നമുക്ക് ഡോറിൻ്റെ അവിടെ വരുന്ന ലോക്കാണ്. ജസ്റ്റ് നമുക്ക് ഫിറ്റ് ചെയ്യാം. ഇതിവിടെ വെച്ച് പ്രസ് ചെയ്യണം. ഓപ്പോസിറ്റ് സൈഡുണ്ട്. ഓക്കെ, അത് സെറ്റായി. ഇനി താഴെയുള്ള ഒരു ലൈറ്റിൻ്റെ പോർഷൻ ഉണ്ട്, അവിടെ നമുക്കൊരു ഐറ്റം ഉണ്ട്. ജസ്റ്റ് സെറ്റ് ചെയ്ത് നോക്കാം. എന്താ ജസ്റ്റ് ഫിറ്റ് ആവാനൊരു ഡിസ്കംഫർട്ടുള്ള പോലെ. ഇപ്പുറത്തെ ഇടാം. ഓക്കെ, സെറ്റ് ഇങ്ങനെയാണ് ഇടുന്നത്. അപ്പോൾ നമുക്കത് മാറ്റിയിടാം. ഓക്കെ, അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലൊക്കെ നമുക്കൊരു സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാനുണ്ട്. അതുപോലെ ബാക്കിൽ ബ്രേക്ക് ലൈറ്റൊക്കെ വരുന്ന പോർഷൻ, അവിടെ നമുക്കൊരു സാധനം സെറ്റ് ചെയ്യാനുണ്ട്. ജസ്റ്റ് ഐറ്റം ബ്ലറായി, ക്യാമറ ഒന്ന് ക്ലിയർ ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ, ജസ്റ്റ് അതവിടെ സെറ്റ് ചെയ്തു. ഇനി ഇപ്പുറത്തെ സൈഡിലും ഓക്കെ, അതും റെഡിയായി. ഏറെക്കുറെ അടിപൊളിയൊരു ട്രക്കായി വന്നിട്ടുണ്ട്. ഇത് സൈഡിൽ വരുന്ന ലൈറ്റിൻ്റെതാണ്. ഓപ്പോസിറ്റ് സൈഡിൻ്റെ അത് കാണാനില്ല, ജസ്റ്റ് അവിടെ മിസ്സായിട്ടുണ്ട്. തിരഞ്ഞു നോക്കണം. അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. ജസ്റ്റ് ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ പാർട്ട് വരുന്നത്. സ്റ്റിയറിംഗ് ഒക്കെ ഉണ്ട്, അത്യാവശ്യം റിയലിസ്റ്റിക് ലുക്ക് ഉണ്ട്. ഗിയർ, ബാക്കി സീറ്റ് കാര്യങ്ങളൊക്കെ. സസ്പെൻഷൻ്റെ ഇതാണ്, അതവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഇതായി നിൽക്കുന്നത്. ഓക്കെ, അത്യാവശ്യം റിയൽ ലുക്ക് വന്ന വണ്ടിക്ക്. നമുക്ക് മിററിൻ്റെ അവിടെയുള്ള ഗ്ലാസ്സാണ്, ജസ്റ്റ് ഒട്ടിക്കാം. ഈ ഗ്ലാസിൻ്റെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചപ്പം അത്യാവശ്യം ഒരു റിയൽ ലുക്ക് ആൻഡ് ഫീലൊക്കെ വന്നിട്ടുണ്ട് സൈഡ് മിററിന്. നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലുള്ള മിററിനും സ്റ്റിക്കർ ഒട്ടിക്കാം. അപ്പോൾ ഓക്കെ, സെറ്റായി. ഇനിയും ഇതുപോലെ ഒരുപാട് സ്റ്റിക്കേഴ്സ് ഉണ്ട്, പക്ഷെ നമുക്ക് അതൊക്കെ പിന്നെ ഒട്ടിക്കാം. ജസ്റ്റ് എല്ലാം ലൈറ്റിൻ്റെത്, അതുപോലെ നമ്പർ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ അൺബോക്സിങ്ങിൽ വരുന്നത്. ഇതിൻ്റെ കൂടുതൽ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഇനിയും വരും. അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളെ RC ഭ്രാന്തന്മാരായ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾ RC ഭ്രാന്തന്മാരായ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. ബൈ ഫ്രം ഇബിനുമർ സ്റ്റോറീസ്.